ചേച്ചി വീട്ടുവിശേഷങ്ങളൊക്കെ ഒന്ന് പറഞ്ഞേ. വിശേഷങ്ങൾ വീട്ടില് സാർ എങ്ങനെയാണ്? മോനിപ്പം ഏത് ക്ലാസ്സിലാ? അവൻ 5ാം ക്ലാസ്. 5th. ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? ആർമി പബ്ലിക് സ്കൂൾ. ആർമി പബ്ലിക് സ്കൂൾ. സാർ ശരിക്കും മോഹൻലാൽ സാറിനെ വെച്ചിട്ട് സാർ ഒരു മാജിക് ചെയ്തിരുന്നു. ഓക്കെ, അതിന്റെ എക്സ്പീരിയൻസ് ഒന്ന് പറയോ? മോഹൻലാൽ സാറിനെ വെച്ചിട്ട് ആദ്യം ഒരു മാജിക് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു, നടന്നില്ല. അത് ചില സാങ്കേതിക കാരണങ്ങളാൽ നടന്നില്ല. അതിനുശേഷം പിന്നെ രണ്ടാമത് അദ്ദേഹം ഞാൻ പറഞ്ഞില്ലേ, പ്ലാനറ്റിന്റെ ഇനാഗുറേഷന്റെ സമയത്ത് അദ്ദേഹം ഒരു ഉഗ്രം പെർഫോമൻസ് ചെയ്തിരുന്നു. ഒരു പെൺകുട്ടി ഇങ്ങനെ അന്തരീക്ഷത്തിൽ ഉയർത്തുന്ന ഓപ്പൺ എയറിൽ. അന്ന് മുഖ്യമന്ത്രി ഉണ്ട്, പ്രതിപക്ഷ നേതാവുണ്ട്, മന്ത്രിമാരെല്ലാം ഇരിക്കുന്ന സമയത്ത് അദ്ദേഹം അന്ന് മനോഹരമായിട്ടൊരു പെർഫോമൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹം പെർഫോം ചെയ്യുന്ന സമയത്ത് നമ്മൾ മുമ്പിൽ നിന്ന് നോക്കുമ്പോഴേ കൊതിക്കും നമ്മൾ, ഇതുപോലെ ആവാൻ വേണ്ടി കൊതിക്കും നമ്മൾ. പിന്നെ അതുപോലെ തന്നെ പക്ഷേ അദ്ദേഹം ഒരു ജാലവിദ്യക്കാരനായിരുന്നെങ്കിൽ നമ്മളൊന്നും ഫീൽഡിലേ ഉണ്ടാവില്ല. സത്യം, അത്രയും മികച്ച പെർഫോമറാണ്. നമ്മുടെ ഈ പോളിയോ ബാധിച്ച കുഞ്ഞുങ്ങളില്ലേ, ആ കുഞ്ഞുങ്ങളുടെ അമ്മമാരും അച്ഛന്മാരും സാറിനോട് ഒന്ന് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ, എൻ്റെ കുഞ്ഞിനെ, ആ ഒരു അമ്മയുടെ വികാരം ഞാൻ എനിക്ക് പറ്റത്തില്ല, ഒരു അമ്മയുടെ ആഗ്രഹം വല്ലാതെ കണ്ണ് നിറഞ്ഞു പോയിരുന്നു. ശരിക്കും എനിക്കത് കേട്ടിട്ട് തന്നെ എനിക്ക് തന്നെ ഫീലിംഗ് വന്നു. അങ്ങനെ ഒരുപാട് അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ യാഥാർത്ഥ്യം എന്താണ്, ഒരു മജീഷ്യൻ ആണെന്നൊക്കെ മറന്ന് എല്ലാം ഒരു യഥാർത്ഥ മനുഷ്യനാണെന്ന് മനുഷ്യനാണെന്ന് അറിയാഞ്ഞിട്ടല്ല, പലപ്പോഴും നമുക്ക് ആളുകൾ അങ്ങനെ വിചാരിക്കുന്നത്. ഈ സമയത്ത് വേണം, ഇപ്പോൾ എന്നോട് പറഞ്ഞില്ലേ, ഇപ്പോൾ ജ്യൂസ് ഉണ്ടാക്കാം ഇതൊക്കെ പറഞ്ഞില്ലേ, പക്ഷേ അതിൻ്റെയൊക്കെ യാഥാർത്ഥ്യം എന്താണെന്നുള്ളത്, ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്നുള്ളത് നമ്മൾ തിരിച്ചറിയുന്ന ചില നിമിഷങ്ങളുണ്ടാകും. അത് പാലക്കാട് വെച്ചിട്ടാണത്. പാലക്കാട് വെച്ച് ഒരു ഫാമിലി ഷോ കഴിഞ്ഞ് ചെല്ലുമ്പോൾ അവർ കാത്തിരിക്കുക. പക്ഷേ സ്റ്റേജിൽ ഞങ്ങളൊരു മാജിക് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഒരു കാലിൽ ഇങ്ങനെ വികലാംഗിയായിട്ട് വരുന്നൊരു കുട്ടിയെ അന്തരീക്ഷത്തിൽ ഉയർത്തി പിന്നെ കുട്ടി ഹാപ്പി ആയിട്ട് പോകുന്നത് ഒരു ഡ്രാമ എന്ന് പറയുന്നൊരു രീതിയിൽ ചെയ്യുന്ന മാജിക്കാണ്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഇവർ പറഞ്ഞു റൂമിലേക്ക് വരട്ടെ എന്ന് ചോദിച്ചു. ബാങ്കിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്ത്രീയാണ്, ഹസ്ബൻഡും ഉയർന്ന ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ അവരെന്നോട് പറഞ്ഞൊരൊറ്റ കാര്യം ഇത് മാത്രമേ ഉള്ളൂ, ഞങ്ങൾക്കൊരു മോളുണ്ട്, ആ മോള് പോളിയോ ബാധിച്ച് കിടക്കുകയാണ്, സ്റ്റേജിൽ ചെയ്തതുപോലെ ആ കുഞ്ഞിനെ ഒന്ന് നടത്തി കാണിക്കാമോ? അപ്പം ഞാൻ പറഞ്ഞു ഞാൻ കാണിച്ച് എനിക്ക് കണ്ണ് നിറഞ്ഞു പോയി. ഞാൻ പറഞ്ഞു ഞാൻ കാണിക്കുന്ന മാജിക്കാണ്, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവർ പറഞ്ഞു മാജിക്കാണെന്ന് അറിയാം സാർ, മാജിക് കൊണ്ട് പറ്റില്ല എന്നറിയാം, ഞങ്ങൾക്കൊന്ന് തോന്നിയാൽ മതി, നടക്കണ്ട. ഇപ്പോഴും എനിക്കത് കേട്ടിട്ട് ശരിക്കും ഒരുപാട് വേദനിക്കുന്നു. അത് ഇപ്പം എനിക്കായാലും ചേച്ചി പറഞ്ഞ പോലെ വാക്കുകൾ പറയാൻ പറ്റും അല്ലേ, പക്ഷെ ആ ഒരു അച്ഛന്റെ അമ്മയുടെ ഒരു സ്വാർത്ഥ ചിന്തയാണ്. ഞങ്ങൾ മറ്റേ ഇന്ത്യ യാത്ര നടത്തുന്ന സമയത്ത് ആസാമിൻ്റെ ബോർഡർ ശ്രീറാംപൂർ ചെക്ക് പോസ്റ്റ് എന്ന് പറഞ്ഞ ചെക്ക് പോസ്റ്റ് ഉണ്ട്. അവിടുത്തെ കുറച്ച് മുന്നിലേക്ക് പോകുന്ന സമയത്ത് ബോഡോ തീവ്രവാദികൾ വന്നിട്ട് നമ്മൾ വണ്ടി തടഞ്ഞു. 7 പെൺകുട്ടികളാണ് ട്രൂപ്പിനകത്തുള്ളത്, അവർ വണ്ടിക്കകത്ത്, ബാക്കിയുള്ള പുരുഷന്മാരും. ഇവർ പെട്ടെന്ന് വന്നു കഴിഞ്ഞ ശേഷം വണ്ടീൻ്റെ മേളിൽ കയറുന്നു, നമ്മൾ ദേശീയ പതാക എടുക്കുന്നു, കത്തിക്കുന്നു, വലിച്ചെറിയുന്നു. ബഹളായി കഴിഞ്ഞ ശേഷം അവർ വണ്ടി തടഞ്ഞു. മരണത്തിൻ്റെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത്, എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാത്ത. ഇങ്ങനെ ഒരു എന്താ പറയുക, ലൈഫിൽ മാജിക്കുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. കോഴിക്കോട് ഒരു വാട്ടർ ടോർച്ചർ എസ്കേപ്പ് ആക്ട് നടത്തി. അന്ന് ഒരു പെട്ടിക്കകത്ത് നമ്മൾ എന്താ പറയുക, ഇലക്ട്രിസിറ്റി പാസ് ചെയ്ത് വെള്ളത്തിലൂടെയാണ് ചെയ്യുന്നത്. അപ്പോൾ ചാക്കിൽ ഒരു പ്ലാസ്റ്റിക് സാക്കിനകത്ത് കെട്ടിക്കൊണ്ട് നമുക്ക് ഷോക്ക് വരില്ല. അപ്പോൾ എന്നെ അതിനകത്ത് കെട്ടിയിട്ടു, അടച്ചു, ആളുകൾ വന്നിട്ട് ചെക്ക് ചെയ്തു, വെള്ളത്തിൽ കറണ്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മേളിലൊരു കുന്തം തൂങ്ങി കിടക്കുന്നുണ്ട്. അപ്പോൾ ഒരു പ്രത്യേക 1 മിനിറ്റ് കഴിയുന്ന സമയത്ത് താഴേക്ക് വീഴും. അപ്പോൾ സീക്രട്ട് എന്ന് പറയുന്നത്, ഇതിനൊരു ചകിരിപ്പരം കൊണ്ട് മറച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ എൻ്റെ ഒരു ഓപ്പറേറ്റർ ഈ ഇലക്ട്രിസിറ്റി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വളരെ ഫാസ്റ്റായിട്ട് ഹാൻഡ് കഫ് അഴിക്കുന്നു, ലോക്ക് അഴിക്കുന്നു, ഇതിനകത്ത് പുറത്തേക്ക് ചാടുക ചെയ്യുന്നു. ഇദ്ദേഹം ഈ ബഹളത്തിനിടയിൽ മറന്നുപോയി. അപ്പോൾ എനിക്കിങ്ങനെ കേൾക്കാം, ശബ്ദം കേൾക്കാം, സമയം ക്ലോക്ക് ചലിച്ചു തുടങ്ങിയിരിക്കുന്നു, 15 സെക്കൻഡ് ആയിട്ടുണ്ട്, 20 സെക്കൻഡ് ആയിട്ടുണ്ട്. ഒരു ദേവാനന്ദ് എന്ന് പറഞ്ഞ അദ്ദേഹം മരിച്ചുപോയി, അദ്ദേഹമാണ് അനൗൺസ് ചെയ്യുന്നത്, നല്ല ശബ്ദമാണ്. എന്ത് ചെയ്യാൻ പറ്റും, ഇത് കട്ട് ചെയ്യാതെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങളുടെ കൂടെ എൻ്റെ കൂടെ നാരായണൻ എന്ന് വിളിക്കും, മാമ എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്. പുള്ളി വെറുതെ ഒരു കാര്യമില്ലാതെ ഈ ചകിരിപ്പനമ്പ് ഇങ്ങനെ അടർത്തി നോക്കുന്ന സമയത്ത് എനിക്കുള്ള സിഗ്നൽ എന്ന് പറഞ്ഞാൽ ബൾബ് കെട്ടിട്ടില്ല. പുള്ളി അതിനകത്ത് നേരെ ഓടിച്ചെന്ന് ഈ വയറ് പിടിച്ച് ഒരൊറ്റ വലിച്ച് വയറിനെ അവിടെ നിന്ന് അടർത്തിയെടുത്തു. ഇതോടുകൂടി കട്ട് ചെയ്തു. ഞാൻ അവിടുന്ന് 58ാമത്തെ സെക്കൻഡിൽ ഞാനിതെല്ലാം പൊട്ടിച്ച് പുറത്ത് ചാടുന്നു. 59, 60 ഈ സാധനം വന്ന് താഴേക്ക് പതിക്കുന്നു. കൈയൊക്കെ പൊള്ളി, ഇപ്പോഴും അതിൻ്റെ മാർക്ക് കാണാം. ഇത് ഈ ചെവിയുടെ ഇവിടെയൊക്കെ പൊള്ളി, ഉടനെ ഞാൻ പുറത്തേക്ക് ചാടുക ചെയ്യുന്നത്. അന്ന് UK ചൗഹാൻ അവിടെ കോഴിക്കോട് കളക്ടർ, പുള്ളി എന്നെ നേരെ വണ്ടി കയറ്റി നേരെ വീട്ടിൽ കൊണ്ടുപോയി.
ഞാൻ വിചാരിച്ചു ഈ ഫേസ് കംപ്ലീറ്റ് ഇങ്ങനെ നേറിയാണ്. ഞാൻ തീരുമാനിച്ചു കംപ്ലീറ്റ് തീർന്നു. ഞാൻ നേരെ ചെന്ന് ബാത്റൂമിൽ ചെന്നിട്ട് നേരെ കണ്ണാടിയിൽ നോക്കി, വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്നാലും അല്ലേ ആ ഒരു നിമിഷം. പിന്നെ അങ്ങനെ എത്ര അനുഭവങ്ങൾ എന്തൊക്കെ ജീവിതത്തിൽ നമ്മൾ. ഓക്കെ സർ, ഞങ്ങളുടെ അട ഇഷ്ടമായില്ലേ? സൂപ്പർ. ഒരടയും കൂടെ ഞാൻ തരട്ടെ, അതോ മൊത്തം പൊതിഞ്ഞോണ്ട് പോകുന്നേ? മൊത്തം പൊതിഞ്ഞോണ്ട് പോകുന്നതാണ് ശരി. അയ്യോ, എനിക്ക് സത്യം പറഞ്ഞാൽ ടെൻഷൻ ഉണ്ട് കേട്ടോ. എന്റെ ആ എന്നാ പറയുന്നത്, എന്റെ ലാംപ് ഷെയ്ഡ് ഒക്കെ ആനിക്കുള്ള ഒരട ബാക്കി വെച്ചിട്ട് ബാക്കി മുഴുവൻ കൊണ്ടുപോകുന്ന ഉറപ്പല്ലേ? എന്റെ സത്യം പറയാലോ ചേച്ചി, ആ ലാംപ് ഷെയ്ഡ് എടുത്ത് വെച്ച് അതിനകത്ത് നിന്ന് എനിക്ക് ജ്യൂസ് തന്നപ്പോ ഇനിയിപ്പൊ എന്റെ അപ്പച്ചമ്പരത്ത് അട ഉണ്ടോ എന്നാണ് എനിക്കൊരു സംശയം. പിന്നെ നോക്കാം, പിന്നെ തീർച്ചയായിട്ടും. അല്ല, എനിക്കും അതാണ് സംശയം. അതാണ് നേരത്തെ ജ്യൂസും വന്നു. അടയെല്ലാം നമ്മൾ കൊണ്ടുപോയിക്കണം. എന്തായാലും എന്റെ അട ഇഷ്ടപ്പെട്ടെന്നല്ല എനിക്ക് സന്തോഷം. ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ അല്ലേ? തീർച്ചയായിട്ടും. ഞാൻ സാറിനുള്ള അട ഒന്ന് പാക്ക് ചെയ്തെടുക്കാം. ഞാൻ 2 എണ്ണം എടുത്തിട്ടുള്ളേ. 2 എണ്ണേ ഉള്ളൂ. ഞാൻ മാജിക്കിൽ കാണിക്കുമ്പോഴേ നമ്മളിങ്ങനെ 2 എണ്ണേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു മാജിക്കും കൂടെ കാണിച്ചു തരുമോ? എന്റെ അടുക്കളയിൽ എന്നാ ചെയ്യാൻ പറ്റും നോക്കട്ടെ. ഇത് ഞാൻ സമ്മതിച്ചു. ഇത് എന്റെ ജ്യൂസ് സമ്മതിച്ചു. ഒരു കുഞ്ഞു മാജിക്. കരിക്കുവെള്ളം അല്ലേ? ഓക്കെ, ഒഴിച്ചു. അപ്പൊ ഈ 3 ജ്യൂസ് ഇതിനകത്തുണ്ട്. ഉണ്ടല്ലോ, 3 കൂടി മിക്സ് ചെയ്തിരിക്കുക. 3 കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാൻ പോവാ. ഈ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ആനിക്ക് എന്ത് ചെയ്യാം? അപ്പോൾ നല്ല എന്താ പറയുക, ജ്യൂസിന്റെ എന്താ സാധാരണ പറയുന്ന ജ്യൂസ് എല്ലാം കൂടി കോക്ടെയിൽ. പക്ഷെ ഈ കോക്ടെയിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിനകത്ത് ജ്യൂസിന് വേർതിരിച്ചെടുക്കാൻ പറ്റില്ല. പക്ഷേ ഞാൻ ഈ ഗ്ലാസ് ഇതിനകത്തേക്ക് ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഇതുകൊണ്ട് ഇങ്ങനെ കോരിയെടുത്ത് കഴിഞ്ഞാൽ ഒരു ജ്യൂസ് ഇങ്ങോട്ട് പുറത്തേക്ക് വരും. രണ്ടാമത്തെ ഗ്ലാസ് ഇതിനകത്തേക്ക് വെച്ച് കഴിഞ്ഞതിന് ശേഷം ഇത് ഇങ്ങനെ ഇങ്ങോട്ട് കോരിയെടുത്ത് കഴിഞ്ഞാൽ രണ്ടാമത്തെ ജ്യൂസും ഇതുപോലെ പുറത്തേക്ക് വരും. മൂന്നാമത്തെ എടുത്തതിന് ശേഷം സംശയം ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒഴിച്ച് കാണിക്കാം. ഇങ്ങനെ ഒഴിച്ചു കഴിഞ്ഞാൽ ഇളനീരും ഇതുപോലെ ഇങ്ങോട്ട് പുറത്തേക്ക് വരും. മതിയല്ലോ. ഞാനിതൊന്നും ശരിക്കും നോക്കിയേ, ഇതിനകത്തൊന്നുമില്ല. നമ്മളെല്ലാം കണ്ടതല്ലേ ഈ 3 ജ്യൂസും എടുത്ത് ഇതിനകത്ത് ഒഴിച്ചത്. പേടിക്കണ്ട, ഇതെന്റെ സ്വന്തം പാത്രമാ, ഞാൻ കൊണ്ടുവരാൻ സമ്മതിച്ചിട്ടില്ല. ശരിക്കും അതൊരു നല്ല കാര്യമല്ലേ? ഇനി നമുക്ക് ഉപ്പോ എരിവോ പുളിയോ എന്തെങ്കിലും കൂടുമ്പോൾ ഇതുപോലൊന്നും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഉപ്പായിട്ടൊക്കെ പ്രത്യേകം വരുമോ? പക്ഷെ ഒരു കാര്യം, ഈ അടയെന്ന് അവല് വേറെ ആക്കണം, പഴം വേറെ ആക്കണം എന്ന് പറഞ്ഞാൽ പറ്റില്ല.